ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടക്കറിയും ആട്ടമാവിൻ്റെ ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയാകുമ്പോൾ പെട്ടെന്നായി കിട്ടുമല്ലോ. ചപ്പാത്തി ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അതിന് വേണ്ടി ആട്ടമാവിൻ്റെ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കറിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മുന്നേ ചാക്കിൽ കുറച്ച് ഞാറ് നട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കതിര് വന്നിരുന്നു. കുറച്ച് പക്ഷികളൊക്കെ കഴിച്ചു പോയി. പിന്നെ നല്ല ചൂടാണല്ലോ, കുറച്ച് ഉണങ്ങി പോയി. നന്നായി കയറിയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും ചൂട് കൂടെ കാരണം അപ്പോൾ 2-3 ചാക്കിൽ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നെൽക്കതിരൊക്കെ എടുക്കണ കാണുമ്പോൾ പഴയ കാല ഓർമ്മയാണ് കേട്ടോ. പണ്ടൊക്കെ പാടത്തുനിന്ന് തലയിൽ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ഷീണിക്കുമ്പോൾ മതിലിൻ്റെ മുകളിലൊക്കെ ഓരോ കറ്റകൾ വെക്കും കേട്ടോ. അവരത് എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് അങ്ങ് നെൽമണികൾ കൊഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ എടുക്കാനും അത് മണ്ണും മണലും ഒക്കെ ചേർന്നിട്ടുണ്ടാവും കേട്ടോ നെല്ലിന്. അപ്പോൾ ആ നെല്ല് ഒരു തുണിക്കഷ്ണം കൊണ്ട് വേർതിരിച്ചെടുക്കുന്ന ഒരു കാഴ്ച കൗതുകകരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ എത്ര മണ്ണും മണലും ഒക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഓരോ നെൽമണി പോലും അവർ സൂക്ഷിച്ച് എടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർമ്മ അങ്ങ് വന്നു പോയിട്ടോ. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലാക്കി നമ്മളെ വീട്ടിൽ അലങ്കരിക്കുന്ന സംഭവം കൂടിയാണല്ലേ നെൽക്കതിരിങ്ങനെ കൂട്ടായി വെക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ പൂച്ചകളും കുട്ടികളൊക്കെ പാടെ ഒരു പായയുടെ ഉള്ളിൽ ഒതുങ്ങി കൂടിയിട്ടുണ്ട് കേട്ടോ. എന്നെ കണ്ടപ്പോൾ പേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മോന് എക്സസൈസ് എടുക്കുന്ന ആ സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ. അതിൻ്റെ ഉള്ളിൽ പായ ഒന്നതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിക്കുകയാണ്. അപ്പോൾ പൂച്ച അതിൻ്റെ ഉള്ളിലാണ് കുട്ടികൾ ഒളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പൂച്ചക്ക് ഭയങ്കര ദേഷ്യമാണ് വന്നത് കേട്ടോ. കുട്ടികൾ എന്തെങ്കിലും ചെയ്യാൻ വന്നിരിക്കുക എന്ന് വിചാരിച്ചിട്ട് രാവിലെയൊക്കെ അടുത്ത് വന്ന് കരഞ്ഞ് നമ്മളെ മീനും ചോറൊക്കെ വാങ്ങി കഴിക്കണ പൂച്ച കേട്ടോ. പക്ഷേ കുട്ടികളടുത്ത് ഞാൻ ചെന്നപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മളെ നെൽക്കതിരൊക്കെ ഒരു ഭാഗത്ത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം ഇതൊന്ന് പാവി നമുക്ക് ഉണ്ടാക്കാമല്ലോ. അതിന് ശേഷം കുറച്ച് കൂവകൾ നട്ടു കൊടുത്തു. ചാക്കിലാണ് കേട്ടോ ഇനി കൂവ നടുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചാക്കിൽ നടാത്ത കാരണം നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഒക്കെ പെരിച്ചായി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ചാക്കിൽ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പച്ചക്കറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ വാങ്ങാൻ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ പച്ചക്കറി എത്താറുണ്ട്. ഇന്ന് കുറച്ച് കുമ്പളങ്ങയും സവാള, പച്ചമുളക്, തക്കാളി ഇങ്ങനെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടി പരിപ്പും കുമ്പളങ്ങയും സവാളയും പച്ചമുളകും ക്യാപ്സിക്കൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് പഴുത്ത് നോക്കി വാങ്ങിയതാണ്, അതിൻ്റെ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തേങ്ങയും ചെറിയ ജീരകവും കൂടി ഒന്ന് അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും മണമുള്ള കറിയാണ് കേട്ടോ. അതിലേക്ക് വറവിട്ട് കൊടുക്കണതാണ് ഒന്നും കൂടെ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട്. എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ഉലുവയും കടുകും അതുപോലെ ചെറിയ ജീരകവും കൂടി എണ്ണയിൽ ഇട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം നമ്മൾ തീ ഓഫാക്കണം കേട്ടോ. അതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റും മണത്തോടു കൂടിയുള്ളൊരു കറിയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ. പിന്നെ പകുതി വെന്തതിന് ശേഷം നമ്മളതിലേക്ക് മുരിങ്ങക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ മറന്നതാണ്. അങ്ങനെ കുറച്ച് പപ്പടം പൊരിച്ചെടുത്തു. അതിന് ശേഷം ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് അത് ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെറിയ പീസാക്കിയതിന് ശേഷം നമ്മളത് ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നല്ല മണം വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. നമ്മളെ തേങ്ങാക്കൊത്തൊന്ന് എണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് അതിൻ്റെ മണമൊക്കെ വരിക കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബീഫിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റായിരിക്കും.
ബീഫിലിട്ട തേങ്ങാക്കൊത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.